ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ നിറയെ മഴകളാണ്. മഴയും ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെയാണ്. കറണ്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അല്പം കറണ്ട് കിട്ടിയപ്പോൾ ഫോൺ നെറ്റാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി ഇപ്പോഴത്തേക്കുള്ള കറണ്ട് എനർജി എന്താണ്, പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്ന് നോക്കി. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന 3 കാര്യങ്ങൾ, യൂണിവേഴ്സ് അടുത്തിടെ തരാൻ പോകുന്ന എന്തെങ്കിലും 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യം, സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്താണെന്നുള്ളത് ചോദിച്ചു. അങ്ങനെ 3 കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി മാത്രമാണ് നോക്കുന്നത്. വല്ലാതെ പേഴ്സൻ്റെ ഒന്നുമില്ല, നിങ്ങളുടെ മാത്രം എനർജിയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, ഇന്ന് നിങ്ങൾ എന്ത് എനർജിയുടെ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം. ഇന്ന് നിങ്ങളുടെ എനർജി ഏസ് ഓഫ് സോർട്സ് ആണ്. ഏസ് ഓഫ് സോർട്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ തുടക്കമാണ്, എന്തോ ഒരു കാര്യങ്ങൾക്കായിട്ട് പുതിയ തുടക്കമാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ എനർജറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു തുടക്കം, നല്ലൊരു ആരംഭം തന്നെയാണ്. തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു. ഇന്നത്തെ ഔട്ട്കം ഇതാണ്, വേൾഡാണ്. വേൾഡിൻ്റെ കംപ്ലീഷനാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു പൂർണ്ണത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. എവിടെ ചെന്നാലും എന്ത് കാര്യത്തിലും നല്ലൊരു സംതൃപ്തി, അങ്ങനെ ഒരു പൂർണ്ണത ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്ന 3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു. ഒന്ന് ടീം വർക്കാണ്. നിങ്ങളൊരു പക്ഷേ എന്തെങ്കിലും ഒരു ടീം വർക്ക്, എന്തെങ്കിലും ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ കുടുംബശ്രീപരമായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടിൽ വ്യവസായമോ, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ തന്നെ എന്തെങ്കിലും ടീം വർക്ക് തുടങ്ങാനുള്ള ഒരു ആലോചന ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണ്, ചിലപ്പോൾ ബാങ്ക് ലോൺ എടുക്കാനോ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ഒരു ടീം വർക്കിനുള്ള അത് പഠിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അത് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് ചെയ്യാൻ പോകുന്നത്. അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു. അടുത്ത കാര്യം ചോദിച്ചപ്പോൾ എന്താണെന്ന് നോക്കട്ടെ. അത് റെസ്റ്റാണ് കാണുന്നത്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമായി വന്നേക്കാം. കാരണം എന്തുകൊണ്ടെന്നാലും നിങ്ങളൊരു പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ശാരീരികമായിട്ടൊക്കെ എന്തെങ്കിലും ടൈഡ് വന്നേക്കാം. കാരണം ഓടിപ്പിടിച്ച് നടക്കുന്നതുകൊണ്ടൊക്കെ എന്തെങ്കിലും റെസ്റ്റ് എടുക്കാതെ ഒന്നെങ്കിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ ടീം വർക്ക് പഠിക്കുകയോ ജോലി ചെയ്യുകയോ എന്ത് തന്നെ നിങ്ങളുടെയൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് വരുന്ന ഔട്ട്കം എന്താണെന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഔട്ട്കം തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ജോലി പഠിക്കുന്നിടത്ത് മുന്നോട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകാനാകാം. അതല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എന്തെങ്കിലും നല്ലൊരു വ്യവസായമായിട്ട് മുന്നോട്ട് പോകാനായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും 2 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് പുറത്തേക്ക് വിദേശത്തേക്ക് പോകാനായിരിക്കാം. ചില ആൾക്കാരാണെങ്കിൽ ടീം വർക്ക് പഠിച്ചിട്ട് മുന്നോട്ടൊരു ജോലി, വ്യവസായം എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും എന്ത് ജോലി തന്നെയാണെങ്കിലും, എന്ത് പഠിക്കുകയാണെങ്കിലും, എന്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളിന്ന് അറിയേണ്ടത്. നിങ്ങൾക്കിന്ന് എന്തുകൊണ്ടും നല്ലൊരു തുടക്കമാണ്. നിങ്ങൾ എന്തെങ്കിലും ജോലിയോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനോ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. ഇതിനിടയ്ക്ക് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാനും മറക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും അതുപോലെ കമൻറ്റും ഒന്നുമില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല മിക്കവരും. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് കണക്റ്റ് ആകാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് റീഡിങ് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആക്യുറേറ്റുള്ള റീഡിങ് എത്തുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.